സച്ചിനോടുള്ള നന്ദിയും കൂടി സഞ്ജു ഈ അവസരത്തിൽ പറയുന്നു എന്നതും കൂടി ഒരു പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് പോയിന്റ്. I have been in constant touch with Sachin sir. Yesterday also he called me up to check how am I feeling. ഷാഹിദ് അഫ്രീദിക്കും വിരാട് കോഹ്ലിക്കും ശേഷം 2020 ലോകകപ്പിലെ സെമിയിലും ഫൈനലിലും അർദ്ധ സെഞ്ചുറി നേടുന്ന താരമായി സഞ്ജു സാംസൺ. ലോകകപ്പ് ഫൈനലിലെ ഉയർന്ന സ്കോറാണ് 89 റൺസ് എടുത്ത സഞ്ജു സാംസൺ ആണ് ടോപ്പ് സ്കോറർ. അതെ ഒരു പെട്ടെന്നുള്ള ഒരു തീരുമാനമായിരുന്നു. അങ്ങ് പോകുന്നു അങ്ങോട്ടൊന്നും നോക്കിയില്ല. നേരെ ക്രിക്കറ്റ് കളി കണ്ടോണ്ടിരിക്കുന്നവർക്ക് ഇത്ര വലിയ ഇതായിരിക്കും, അല്ലാതെ ആർക്കും ഇത് ഇത്ര വലിയ കാര്യമായിട്ട് എടുക്കാൻ പറ്റും. ലോകകപ്പ് ഫൈനലിലെ ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന റെക്കോർഡും സഞ്ജു സ്വന്തം. ഇനിയിപ്പം 10 വേൾഡ് കപ്പ് ജയിച്ചാലും ശരി, ഒരു കഥയല്ലേ ഉള്ളൂ. എന്റെ മകൻ ഇത് ജയിച്ചു, ബാക്കിയൊക്കെ മറന്നു. നമുക്ക് അതിനപ്പുറം വേറെ വേണ്ടല്ലോ. സോഷ്യൽ മീഡിയയിലെ കുറെ പോസ്റ്റ് ഒക്കെ ഉണ്ട്. ആരാ ഈ സഞ്ജു സാംസൺ? ഹലോ, ഐ ആം മുകേഷ് യാദവ് മാധവ്. എന്ത് പറയണമെന്നറിയില്ല, പക്ഷേ ചെറുക്കൻ പൊളിച്ചടിക്കുക എന്ന് തന്നെ പറയണം. അതായത് മലയാളികളുടെയൊക്കെ അഭിമാനമായ സഞ്ജു സാംസൺ ഇതിനപ്പുറം ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് തന്നെ പറയണം. അതായത് വേൾഡ് കപ്പാണ് നേടിയിരിക്കുന്നത്. ഇനി അതിനപ്പുറം ഒരു കപ്പുണ്ടോയെന്നോ ഇല്ലെങ്കിൽ വേൾഡ് കപ്പിലെ പ്ലെയർ ഓഫ് ദ സീരീസ് അവാർഡ് വരെ സഞ്ജുവിനാണ് കിട്ടിയിരിക്കുന്നത്. ചിലരൊക്കെ പറയും സഞ്ജുവിനെ എന്തിനാണ് ഇത്ര പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നതെന്നൊക്കെ ചോദിക്കും. നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു പയ്യനിങ്ങനെ പോകുമ്പോൾ അവൻ ലോകം കീഴടക്കി എന്ന് പറയുമ്പോൾ അവൻ്റെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമാണ്. അതുപോലും ചെയ്യാത്ത കുറേ മനുഷ്യർ ഈ നാട്ടിലുണ്ട് എന്ന് അറിയുമ്പോഴാണ്. അതിൻ്റെ കൂടെ നിൽക്കുന്നില്ലെങ്കിൽ വേണ്ട, അതിനെയും അപമാനിക്കുന്നവരെ ഒന്നും പറയാനില്ല. എന്തായാലും ഇതിനൊക്കെ ഏറ്റവും നന്ദി പറയേണ്ടത് സൗത്ത് ആഫ്രിക്കയോടാണ്. സൗത്ത് ആഫ്രിക്ക കാരണമാണ് സഞ്ജു എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യൻ ടീമിലെത്താൻ ഇടയായത്. അതായത് സൗത്ത് ആഫ്രിക്കയാണ് ഇന്ത്യയുടെ പോരായ്മകൾ എടുത്തു കാണിച്ചത്. കാരണം ഇന്ത്യയുടെ ബാറ്റിംഗ് നിര അത്ര നന്നല്ല, ഓപ്പണിംഗ് അത്ര ശരിയല്ല എന്നൊക്കെ വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്ത ടീമാണ് സൗത്ത് ആഫ്രിക്ക. അവരുടെ കൂടെ കളിച്ചപ്പോഴാണ് ഇന്ത്യയുടെ പോരായ്മകൾ നമുക്ക് മനസ്സിലായത്. അവിടെയൊക്കെ ഓർക്കേണ്ടത് സൗത്ത് ആഫ്രിക്കയിൽ പോയി സീരീസ് മേടിച്ചിട്ടുള്ള ഇന്ത്യ ആയിരുന്നു അവരോട് വേൾഡ് കപ്പിൽ ഇന്ത്യ തോറ്റത്. അന്ന് ഇന്ത്യ സീരീസ് സ്വന്തമാക്കുമ്പോൾ ഓപ്പൺ ചെയ്തത് സഞ്ജു ആയിരുന്നു. അത് മറന്നാണ് സഞ്ജുവിനെ ഉൾപ്പെടുത്താതെ അങ്ങനെ ഒരു ടീം ഉണ്ടാക്കുകയും ഇന്ത്യ വലിയൊരു തോൽവിയിലേക്ക് വീഴുകയും ചെയ്തത്. അതിൻ്റെ ഫലം നമ്മൾ കണ്ടതാണ്. ഇന്ത്യ സീരീസിൽ നിന്നും പുറത്താവാനുള്ള എല്ലാ ചാൻസും വഴിയൊരുക്കിയതായിരുന്നു ആ സംഭവം. എന്നാൽ അതിനുശേഷമാണോ എന്നറിയത്തില്ല, ഗൗതം ഗംഭീറും സൂര്യയും കൂടെ ചേർന്നൊരു തീരുമാനമെടുത്തു, സഞ്ജുവിനെ ഉൾപ്പെടുത്തുക, സഞ്ജുവിനെ ഓപ്പൺ ചെയ്യിക്കുക. റിങ്കു സിംഗിനെ മാറ്റിക്കൊണ്ട് തന്നെ സഞ്ജുവിനെ ഓപ്പൺ ചെയ്യിപ്പിച്ചു. അതിനുശേഷം നടന്നതെല്ലാം അത്ഭുതമെന്ന് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. അതുവരെ ടീമിലിടമില്ല, ഫോം ഔട്ടായിരുന്ന സഞ്ജു കത്തിക്കയറുകയാണ് ഉണ്ടായത്. ഒരു നിമിഷം കൊണ്ട് എല്ലാം ചേഞ്ചായി. ഇതിനെയൊക്കെ എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല. കഴിഞ്ഞ ആഴ്ച വരെ എല്ലാവരും കുറ്റം പറഞ്ഞിരുന്ന സഞ്ജുവിൻ്റെ ഫുഡ് വർക്ക് ശരിയല്ല, സഞ്ജുവിൻ്റെ സെലക്ഷൻ ഓഫ് ഷോട്ട് ശരിയല്ല, സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ശരിയല്ല, എല്ലാം സിക്സ് അടിക്കാൻ നോക്കുന്നു, എന്തിനു വേണ്ട എല്ലാത്തിനും വിവാദമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്തിന് സഞ്ജുവിനെ വേൾഡ് കപ്പ് ടീമിൽ ഇട്ടതിനെ പോലും പലരും കുറ്റം പറയുന്നുണ്ടായിരുന്നു. അവിടെയൊക്കെ എനിക്കൊരു പോരായ്മ മാത്രമേ സഞ്ജുവിന് തോന്നിയിരുന്നുള്ളൂ, അതായത് സെലക്ഷൻ ഓഫ് ഷോട്ട്. ഇതുപോലെ തന്നെയായിരുന്നു രോഹിത് ശർമ്മയും പലപ്പോഴും. സെലക്ഷൻ ഓഫ് ഷോട്ട് അതിലൊരു മാറ്റം വരുത്തിയെന്ന് സഞ്ജു തന്നെ പറയുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ സഞ്ജുവിൻ്റെ കളിശൈലി മാറ്റിയില്ല എന്നും ഓർക്കേണ്ടതാണ്. ആളുകൾ ക്രിറ്റിസൈസ് ചെയ്ത അതേ ശൈലി ഉപയോഗിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഷോട്ട് സെലക്ഷൻ മാത്രം മാറ്റി. അതിൽ നിന്ന് അദ്ദേഹം നല്ല റിസൾട്ടാണ് ഉണ്ടാക്കിയത്. അതായത് നോക്കൗട്ട് റൗണ്ടിൽ എല്ലാ മത്സരങ്ങളിലും അദ്ദേഹം തിളങ്ങി. എല്ലാ മത്സരങ്ങളിലും 80-ൽ കൂടുതൽ റൺ സ്കോർ ചെയ്യുകയും ചെയ്തു. അതിലപ്പുറം ഒരു ബാറ്റ്സ്മാനും ഇതുവരെ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ ഇത് തന്നെയായിരുന്നു ഏറ്റവും വലിയ ഇന്നിങ്സ്. ഇവിടെയൊക്കെ ആദ്യം നന്ദി പറയേണ്ടത് സൗത്ത് ആഫ്രിക്കയോട്, പിന്നീട് അങ്ങോട്ട് പറയുകയാണെങ്കിൽ ഗൗതം ഗംഭീറിനോടും സൂര്യയോടും, അതിനുശേഷം സഞ്ജു നന്ദി പറഞ്ഞത് സച്ചിനോടാണ്. സച്ചിൻ ടെണ്ടുൽക്കർ തനിക്ക് തന്ന ഉപദേശം, അതായത് ക്രിക്കറ്റിന് വെളിയിൽ സഞ്ജു സാംസൺ അധികം ബന്ധമൊന്നും പുലർത്തിയിരുന്നില്ല, എന്നാൽ സച്ചിനുമായിട്ട് തനിക്ക് അടുപ്പമുണ്ടായിരുന്നെന്നും താൻ നിരന്തരം ഫോൺ വിളിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ സഞ്ജു തന്നെ ഇപ്പോൾ തുറന്നു പറയുന്നുണ്ട്. അവിടെയൊക്കെ ഓസ്ട്രേലിയയുമായിട്ട് തിളങ്ങാൻ കഴിയാതെ വരികയും ആ സമയത്ത് സച്ചിനുമായിട്ട് കോൺടാക്റ്റ് വയ്ക്കുകയും പല ഉപദേശവും സച്ചിനിൽ നിന്ന് സ്വീകരിക്കുകയൊക്കെ ചെയ്തെന്നാണ് സഞ്ജു ഇപ്പോൾ പറയുന്നത്. അതിലെടുത്ത് പറയേണ്ടത് ഫൈനലിന് മുമ്പ്, അതായത് ഫൈനലിന് മുമ്പ് സച്ചിൻ തന്നെ വിളിച്ചിരുന്നു എന്നാണ് പറയുന്നത്. എങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്നറിയാൻ വേണ്ടി സഞ്ജുവിനെ വിളിച്ച് ഉപദേശം നൽകിയിരുന്നു എന്നാണ് പറയുന്നത്. അവിടേക്ക് എടുത്തു പറയേണ്ടത് സച്ചിനെ പോലൊരു വ്യക്തി. സച്ചിൻ ഇനി ഒന്നും നേടാനില്ല. സച്ചിൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റൺസ് എടുത്തിട്ടുള്ള വ്യക്തി, ഏറ്റവും നല്ല രീതിയിൽ കളിക്കുന്ന ബാറ്റ്സ്മാൻ, എല്ലാ ഫോർമാറ്റിലും നല്ല രീതിയിൽ കളിച്ച് ചരിത്രം സൃഷ്ടിച്ച അദ്ദേഹത്തെ പോലെ വ്യക്തിയിൽ നിന്ന് കിട്ടുന്ന ഉപദേശം അതിനെന്ത് വില നൽകിയാലും മതിയാവത്തില്ല. അതും ഫൈനലിന് തൊട്ട് മുമ്പ് വിളിക്കുമ്പോൾ ആ വ്യക്തി സഞ്ജു സാംസനെ വിളിക്കുമ്പോൾ സഞ്ജു സാംസന് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. സച്ചിൻ വിളിച്ച് കാര്യങ്ങൾ തിരക്കി. അതിൽപ്പരം ഒന്നും ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടാനില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.
അവിടെയൊക്കെ സച്ചിൻ വിളിക്കണമെങ്കിൽ തന്നെ ആ വ്യക്തിക്കൊരു ക്വാളിറ്റി വേണം. അത് സഞ്ജു സാംസൺ ഉണ്ട് എന്ന് സച്ചിന് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം അങ്ങനെ സഞ്ജുവിനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കിയത്. അതിലിപ്പോൾ നന്ദി പറഞ്ഞിരിക്കുകയാണ് സഞ്ജു സാംസൺ. അതിനെക്കുറിച്ച് സഞ്ജു സാംസൺ പറഞ്ഞ കാര്യം കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. I think from last couple of months, I think I hope I can share it here. I think I have been in constant touch with Sachin sir. I think Sachin Tendulkar sir. I think when I was sitting outside in Australia, I was not playing a game. So I thought about, okay, what is the mindset required of now? So I reached out to sir and I had huge, big conversations with him. And right yesterday also he called me up to check how am I feeling. So I think getting a guidance from someone like him, what more can I ask for? I think that clarity, that game preparation, that game awareness, that game sense, I think I'm very grateful for everyone who supported me. ഇവിടേക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. സഞ്ജു ഫൈനലിൽ കളിക്കുന്നത് ന്യൂസിലൻഡിനോടാണ്. അതായത് സഞ്ജുവിനെ ടീമിൽ നിന്ന് തന്നെ പുറത്താക്കാൻ ഇടയായിട്ടുള്ള ഒരു ടീം, അതായത് ന്യൂസിലൻഡുമായിട്ടുള്ള സീരീസ്. ആ സീരീസിലായിരുന്നു സഞ്ജു സാംസൺ കംപ്ലീറ്റ്ലി ഫോം ഔട്ട് ആയത്. അവിടെ സഞ്ജുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഇതുവരെ അവൻ അങ്ങനെ എന്നോട് പറഞ്ഞതേ ഇല്ല. സഞ്ജുവിൻ്റെ അച്ഛൻ സഞ്ജുവിനെ വിളിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ്, അച്ഛാ എനിക്ക് എന്താണ് പറ്റിയെന്ന് അറിയത്തില്ല, എനിക്കൊന്നും കഴിയുന്നില്ല എന്നുള്ള വാക്ക്. അത് സഞ്ജുവിൻ്റെ അച്ഛനെ വിഷമിപ്പിച്ചു എന്നും പറയുന്നുണ്ട്. അവൻ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും സഞ്ജുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ എല്ലാവർക്കും വരും. ചില കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരാതിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഫീലിങ്സ് ആണ് അത്. ആ ഒരു അനുഭവം എല്ലാ മനുഷ്യരിലും ഉണ്ട്. എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഇതുപോലുള്ള അനുഭവങ്ങൾ കടന്നു പോകുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനെ എങ്ങനെ നമ്മൾ എടുക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. അവിടെ സഞ്ജു സാംസനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അച്ഛൻ അവിടെ ചെന്നെന്നും കാര്യങ്ങൾ കുറേ നേരം സംസാരിച്ചു എന്നൊക്കെ സഞ്ജു സാംസന്റെ അച്ഛൻ്റെ ഇൻ്റർവ്യൂവിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതിനുശേഷവും സഞ്ജുവിൻ്റെ കളിയിൽ വലിയ പുരോഗമനമൊന്നും ഇല്ലായിരുന്നു. അടുത്ത 2 കളിയിലും ഫെയിലായി. പിന്നീട് നമ്മൾ ഫോമാവും എന്ന് കരുതിയതായിരുന്നു തിരുവനന്തപുരത്ത് സ്വന്തം നാട്ടിൽ വെച്ചുള്ള കളി. ആ കളിയിൽ സഞ്ജു നന്നായി സ്കോർ ചെയ്യും എന്ന് കരുതിയ സമയത്ത് സഞ്ജു അവിടെയും ഫെയിലാവുന്നത് നമ്മൾ കണ്ടതാണ്. ആ സമയത്ത് തനിക്ക് നടക്കുന്ന പരിപാടിയല്ല എന്ന് സഞ്ജു സാംസന് തോന്നിയിരുന്നു. പക്ഷേ സച്ചിനെ പോലെയുള്ളവരും മറ്റുള്ളവരൊക്കെ ആയിരിക്കാം, അവരുടെ ഉപദേശങ്ങളായിരിക്കാം സഞ്ജു വീണ്ടും ഉയർന്നു വരാൻ കാരണമായത്. എന്നിരുന്നാൽ തന്നെയും സ്വന്തമായിട്ട് വിചാരിക്കാതെ ഒന്നും നടക്കത്തില്ല. അതിൽ സഞ്ജുവിനോട് തന്നെയാണ് നന്ദി പറയേണ്ടത്. മറ്റാരോട് നന്ദി പറഞ്ഞില്ലെങ്കിലും സഞ്ജുവിൻ്റെ തീരുമാനം, വിട്ടുകൊടുക്കത്തില്ല എന്നുള്ള ആ തീരുമാനം, അത് തന്നെയാണ് സഞ്ജുവിനെ ഇപ്പോൾ ഈ നിലയിൽ എത്തിച്ചിരിക്കുന്നത്. അവിടെ ഫൈനലിൽ ഇറങ്ങുമ്പോഴും ആലോചിക്കേണ്ടത് സഞ്ജു 5 മത്സരങ്ങളിലും ഫെയിലായിട്ടുള്ളൊരു ടീമായിട്ടാണ് കളിക്കാൻ ഇറങ്ങുന്നത്. അങ്ങനെയുള്ള സാഹചര്യം ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം സച്ചിൻ ടെണ്ടുൽക്കറും ഫോൺ ചെയ്ത് കാര്യങ്ങൾ തിരക്കിയത്. അതൊക്കെ എത്രമാത്രം കോൺഫിഡൻസ് വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് സഞ്ജുവിൻ്റെ ഫൈനലായ ഇന്നിങ്സ്. ഇതിനെക്കുറിച്ച് സഞ്ജുവിൻ്റെ സുഹൃത്തായ ബേസിൽ കളി കാണാൻ പോയിരുന്നു. സഞ്ജുവിൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് തന്നെ ആ നിമിഷത്തെക്കുറിച്ചൊക്കെ ബേസിലും കുറച്ച് കാര്യങ്ങൾ അറിയാമായിരിക്കും. എന്തായാലും ബേസിൽ എന്താണ് പറഞ്ഞതും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. സഞ്ജു അതെ 50 അടിച്ചപ്പോൾ കണ്ണ് നിറഞ്ഞോ സന്തോഷം കൊണ്ട്? നല്ല സന്തോഷമായിരുന്നു ആക്ച്വലി. സന്തോഷങ്ങൾ മാത്രമല്ല, പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആവുന്നു. എവിടെ കിടന്നതാണ് ആക്ച്വലി. നമ്മൾ ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് എന്തായിരുന്നു, ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത്, അത് ഇതാണ്. ആത്മാർത്ഥ സുഹൃത്ത് എന്ന നിലയിൽ ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട്. പിന്നെ ഭയങ്കര അഭിമാനമുണ്ട്. ഭയങ്കര ഇന്നത്തേനേക്കാളും കൂടുതൽ സന്തോഷം തോന്നുന്നത് അന്ന് മറ്റേ മാച്ച് വിന്നിങ്, മറ്റേ 91 വിൻഡീസുമായിട്ടുള്ള കളി. ഇതിനു മുമ്പ് സുനിൽ ഗവാസ്കർ ഒക്കെ പറഞ്ഞിരുന്നു സഞ്ജുവിനെ എന്തിന് ടീമിൽ ഉൾപ്പെടുത്തി. സഞ്ജു ഒരു നല്ല കളിക്കാരനൊക്കെയാണ്, എന്നിരുന്നാൽ തന്നെയും സഞ്ജുവിൻ്റെ ഫോം പരീക്ഷിക്കാനുള്ള ഒരു വേദിയല്ല, അതുകൊണ്ട് വേൾഡ് കപ്പിൽ ഉൾപ്പെടുത്തണ്ട എന്ന് തന്നെയായിരുന്നു സുനിൽ ഗവാസ്കർ ഒക്കെ പറഞ്ഞത്. എന്നാൽ അശ്വിനെ പോലുള്ളവരെ, ഇർഫാൻ പത്താനെ പോലുള്ളവരൊക്കെ സഞ്ജുവിന് നല്ല സപ്പോർട്ടുമായിട്ടാണ് വന്നത്. അതും എടുത്തു പറയേണ്ടത് ദിനേഷ് കാർത്തിക്, അവരൊക്കെ നല്ല രീതിയിൽ സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഉത്തപ്പയോട് തന്നെ കളിക്കിടയിൽ സഞ്ജു പറഞ്ഞിരുന്നു, ചേട്ടാ നല്ല ആദ്യമുണ്ട് എനിക്ക്. അത് സഞ്ജു എത്രമാത്രം സമ്മർദ്ദത്തിലായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു നിമിഷമായിരുന്നു. ഇവിടെയൊക്കെ എല്ലാവർക്കും കണ്ടുപഠിക്കാനുള്ള ഒരു വ്യക്തിയാണ് സഞ്ജു സാംസൺ. എങ്ങനെ ഉയർന്നു വന്നു, ടീമിൽ പോലും എടുക്കേണ്ട കളിക്കാർക്ക് വെള്ളം കൊണ്ടു കൊടുക്കാൻ വേണ്ടി മാത്രമാണോ സഞ്ജുവിനെ വിളിച്ചത് എന്ന് വരെ തോന്നിപ്പോയിരുന്നു. എന്നാൽ പെട്ടെന്നാണ് എല്ലാം ചേഞ്ച് ആയത്. ഭയങ്കര ഇന്നത്തേനേക്കാളും കൂടുതൽ സന്തോഷം തോന്നി അന്ന് മറ്റേ മാച്ച് വിന്നിങ്, മറ്റേ 91 വിൻഡീസുമായിട്ടുള്ള കളി. ഒന്നും രക്ഷയില്ലായിരുന്നു. അത് ലൈക്ക് ചേസ് ചെയ്തെടുത്തൊക്കെ എന്ന് പറയുമ്പോൾ ഇന്നും ഓഫ്കോഴ്സ് 3 കളി ഇപ്പോൾ ശീലമായിരുന്നു. എല്ലാ കളിയും അടിക്കുന്നത്. അതെ, സഞ്ജു കഴിഞ്ഞ ന്യൂസിലൻഡ് പര്യടനത്തിന്റെ സമയത്ത് വല്ലാത്ത വിഷമഘട്ടത്തിലാണ് പോയത്. അപ്പോൾ സുഹൃത്ത് നിലയിൽ നിങ്ങൾ വിളിച്ചിട്ടൊക്കെ ഉണ്ടാവുമല്ലോ, അന്ന് കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുത്തിരുന്നോ? അത് അതേപോലെ തന്നെ അപ്പടി നടപ്പാക്കിയിരിക്കുന്നു. ഉപദേശം ഒന്നും വെറുതെ ഇല്ല. ഇടയ്ക്ക് വെച്ച് സഞ്ജുവിനെ ഒരു കളിയിൽ കണ്ടെങ്കിലും അന്ന് 8 ബാളിൽ 20 റൺ എടുത്ത് ഔട്ടാവുകയും പിന്നീട് ആരുടെയും ഔദാര്യത്തിൻ്റെ പുറത്തല്ല സഞ്ജുവിനെ ടീമിലെടുത്തത്. ഇന്ത്യൻ ടീം പുറത്താകുമെന്നുള്ള ഘട്ടം വന്നത് മുതലാണ്. അതായത് ഒരുപക്ഷെ അവിടെയൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പലരും പറയുന്നൊരു കാര്യമുണ്ട്, സഞ്ജുവിനെ ഓപ്പൺ ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത കളിയിൽ തോക്കുകയാണെങ്കിൽ തന്നെ ഇന്ത്യ തോറ്റതിന് കാരണം സഞ്ജുവിൻ്റെ മേലിൽ അടിച്ചേൽപ്പിക്കാനാണോ എന്നുള്ളൊരു തോന്നൽ വരെ പലർക്കും ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ടീം വീണ്ടും ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ളൊരു ഘട്ടമായിരുന്നു.
അവിടെ വെസ്റ്റ് ഇൻഡീസുമായിട്ട് 97 റൺ അടിച്ചത്, അതും ഔട്ടാകാതെ നിന്ന് 97 റൺ എടുത്തത്, അത് സഞ്ജുവിൻ്റെ കരിയറിലെ വലിയൊരു ഇന്നിങ്സ് ആയിരുന്നു എന്ന് തന്നെ പറയണം. പല സെഞ്ചുറികളും സഞ്ജു അടിച്ചിട്ടുണ്ടെങ്കിലും ആ 97 റണ്ണായിരുന്നു ഏറ്റവും നല്ല മികച്ച ഇന്നിങ്സ് ആയിട്ട് എനിക്ക് തോന്നിയത്. അവിടെ നിന്ന് സെമി ഫൈനലിലേക്കുള്ള എൻട്രിയാണ് കിട്ടിയത്. പിന്നീട് അങ്ങോട്ട് സെമി ഫൈനലിലും അതേ രീതിയിൽ തന്നെയാണ് സഞ്ജു ബാറ്റ് ചെയ്തത്. ഇതിൽ ഒരു ചാൻസ് കൊടുത്തു എന്നൊഴിച്ചാൽ അവിടെ നന്ദി പറയേണ്ടത് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി ബ്രോക്കിനോടാണ്. അദ്ദേഹം ആ ചാൻസ് മിസ് ചെയ്തു. അവിടെ ഇംഗ്ലണ്ട് കൈവിട്ടത് തന്നെ വേൾഡ് കപ്പാണ്. ഇല്ലെങ്കിൽ സഞ്ജുവിൻ്റെ ആ ഇന്നിങ്സ് അവിടെ തീർന്നേനെ, ഇന്ത്യ വേൾഡ് കപ്പിന് വെളിയിലും ആയേനെ. എന്നിരുന്നാലും ഹാരി ബ്രോക്ക് എന്ന് പറയുന്ന വ്യക്തി ഒരു നല്ലൊരു ഫീൽഡറാണ് എന്നുള്ളത് കൂടി ഓർക്കണം. ഇനി ആരായിരുന്നാൽ തന്നെയും ക്യാച്ചുകൾ മിസ്സാവുന്നത് കളിയുടെ ഒരു ഭാഗമാണ്. അതൊരു പക്ഷേ ഇന്ത്യക്ക് അനുകൂലമായി എന്നുള്ളതാണ് ഓർക്കേണ്ടത്. പക്ഷേ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ ഈ തിരക്കിൻ്റെ ഇടയിൽ ഇന്നിത് വന്ന് കാണണം എന്ന് തോന്നാൻ അത്രയേറെ ഇഷ്ടമാണ് സഞ്ജുവിനെയും ക്രിക്കറ്റും. രണ്ടും ഭയങ്കര ഇഷ്ടമാണ്. ഈ പറയുന്ന പോലെ ആളുടെ ആ ജേണി നമ്മൾ കണ്ടതാണല്ലോ ആക്ച്വലി. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നടന്ന കളിയും അന്നുണ്ടായ ഇപ്പം എല്ലാവരും അന്ന് തള്ളി പറയുന്ന പോലത്തേക്ക് സിനാരി ആയിരുന്നല്ലോ. ഇപ്പം എല്ലാവരും ആഘോഷിക്കുകയും ചെയ്യുന്നു എന്നൊക്കെ പറയണം. അതാണ് പെട്ടെന്ന് എല്ലാം മാറി പറയും. അങ്ങനെയാണെല്ലാം. മൊത്തത്തിൽ എങ്ങനെയാണ് ഇന്നത്തെ കളിയെ വിലയിരുത്തുന്നത്? കളി പിന്നെ ഭയങ്കര ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള കളിയായിരുന്നു. ഒരു വേൾഡ് കപ്പ് ഫൈനലിൽ ഇന്ത്യ എത്രയും ഡോമിനേറ്റിംഗ് ആയിട്ട് ഒരുപക്ഷെ എനിക്കും ഫൈനലിൽ 50 അടിച്ചതിന് ശേഷം സഞ്ജു ബാറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഇതിപ്പോൾ സ്ഥിരമായിട്ട് 50 അടിക്കുകയാണല്ലോ, ഒരു പുതുമ തോന്നുന്നില്ലല്ലോ എന്നെനിക്കും തോന്നിയതാണ്. കാരണം എന്ന് വേറൊന്നും അല്ല, സഞ്ജു ഫോമിലാണ്. നമ്മളൊരു 50 ആഗ്രഹിച്ചു, സഞ്ജു 3 50 തുടർച്ചയായിട്ട് തന്നു. അതും പ്ലെയർ ഓഫ് ദ സീരീസ് ആയി. ഈ കളിയിലും 50 അടിക്കുമ്പോൾ സഞ്ജു തന്നെ ആയിരിക്കും പ്ലെയർ ഓഫ് ദ സീരീസ് എന്ന് നമ്മൾ അപ്പോഴേ ഉറപ്പിച്ചതാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ 6 അടിച്ചത് സഞ്ജു ആണ്. അതും 5 മത്സരം മാത്രം കളിച്ചിട്ടുള്ള സഞ്ജു ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ 6 അടിച്ചവരുടെ പട്ടികയിൽ ഒന്നാമത്. അതും വേൾഡ് കപ്പ് പോലുള്ള ഒരു വലിയ സീരീസിൽ. അവിടെയാണ് ഏറ്റവും കൂടുതൽ 6 അടിച്ച വ്യക്തിയായിട്ട് സഞ്ജു സാംസൻ്റെ പേര് വന്നത്. ഇത് IPL അല്ല, സാധാരണ സീരീസിലും അല്ല നടന്നത്, വേൾഡ് കപ്പിൽ ആണ് നടന്നതെന്ന് കൂടെ ഓർക്കണം. അവിടെ സഞ്ജു കളിക്കാൻ തുടങ്ങിയത് തന്നെ നോക്കൗട്ട് റൗണ്ടിലായിരുന്നു. അതും ദുർബലരായ ടീമുകളുമായിട്ടായിരുന്നില്ല, നല്ല വേൾഡ് ക്ലാസ് പ്ലെയേഴ്സുള്ള ടീമുമായിട്ട് തന്നെയാണ് സഞ്ജു ഈ 3 കളിയിലും നല്ല ഉയർന്ന സ്കോർ എടുത്തത്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഫോം ഔട്ടായ ഇംഗ്ലണ്ടിന് നേരെയും ന്യൂസിലൻഡിന് നേരെയുമാണ് സഞ്ജു നന്നായിട്ട് കളിച്ചത്. അതും കൂടി നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും സഞ്ജുവിൻ്റെ ടാലൻറ്റ് എത്രമാത്രം ഉണ്ടെന്ന്. മൊത്തത്തിൽ എങ്ങനെയാണ് ഇന്നത്തെ കളിയെ വിലയിരുത്തുന്നത്? കളി പിന്നെ ഭയങ്കര ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള കളിയായിരുന്നു. ഒരു വേൾഡ് കപ്പ് ഫൈനലിൽ ഇന്ത്യ എത്രയും ഡോമിനേറ്റിംഗ് ആയിട്ടൊരു കളി എനിക്ക് ഓർമ്മയിലില്ല ആക്ച്വലി. അതായത് ഇത്രയും 100 റണ്ണിൻ്റെ അടുത്ത് റണ്ണിന് ജയിക്കുക എന്ന് പറയുന്നത്, 250-255 റണ്ണ് സ്കോർ ബോർഡ് ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ട് അടിക്കുക. ബോളിങ്ങിലും ലൈക്ക് ബുംറയൊക്കെ വന്ന് ചുമ്മാ വിക്കറ്റ് എടുത്തോണ്ടിരിക്കുന്നത്. ലൈക്ക് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി പോലും കൊടുത്തില്ലല്ലോ നമ്മൾ ത്രൂ ഔട്ട് ദ മാച്ച്. ഭയങ്കര വൺ സൈഡഡ് മാച്ച് തന്നെയായിരുന്നു. ലൈക്ക് ഇന്ത്യൻ ടീം ഭയങ്കര സ്ട്രോങ്. ഈ ബാറ്റിംഗ് ലൈനപ്പ് അവർ ഗംഭീർ വരുത്തിയ ചേഞ്ചസ് ഉണ്ടല്ലോ. ആ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള മാച്ചിന് ശേഷം വന്നിട്ടുള്ള ചേഞ്ചസ് ആണ് ആക്ച്വലി. അന്ന് അവരൊക്കെ ഫെയിലിയർ ആയപ്പോഴാണ് സഞ്ജുവിനെ തിരിച്ചുകൊണ്ടിരുന്നത്. സഞ്ജു ആക്ച്വലി വന്നതിന് ശേഷം ആ ബാറ്റിംഗ് ലൈനപ്പിൽ ഉണ്ടാക്കിയ മാറ്റം എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര മാറ്റമാണ് ആക്ച്വലി. ആ അഗ്രഷൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ, എന്നാൽ അവിടെ നിന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിന്ന് മാച്ച് ഫിനിഷറായിട്ട് അവിടെ തന്നെ അവസാനം വരെ നിൽക്കുക, അല്ലെങ്കിൽ ഒരു സൈഡിൽ ആങ്കർ ചെയ്ത് നിൽക്കുക, മറ്റേ പ്ലേയേഴ്സിന് അടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. എന്നാൽ റൺ റേറ്റും ആളുടെ സ്ട്രൈക്ക് റേറ്റും താഴെ തന്നെ അവിടെ തന്നെ നിന്ന് അടിച്ച് തന്നെ കളിക്കുക എന്ന് പറയുന്നത്, എന്നാൽ ഒട്ടും സെൽഫിഷ് ആവാതെ കളിക്കുക. ഒരുപാട് കാര്യങ്ങളുണ്ട് ആക്ച്വലി. ലൈക്ക് ഭയങ്കര ഗാലറിയിൽ നിൽക്കുമ്പോഴേ സഞ്ജു നമ്മളെ സമീപത്തോടെ പോകുമ്പോഴൊക്കെ നമ്മൾ ഇത് കാണിച്ചോ, നമ്മൾ ഇവിടെ ഉണ്ട്, ഒരു സന്തോഷം തോന്നിയോ? ഞാൻ എന്നെ കണ്ടിട്ടില്ല. ഇല്ല, ഇവിടെ ഒന്നിങ്ങനെ കാണിച്ചോട്ടെ, കണ്ടില്ല. അതെ, എല്ലാം മാറി മറിഞ്ഞു എന്ന് തന്നെ പറയണം. ഒരുപക്ഷെ ഫൈനലിൽ കണ്ടവർക്കും വെസ്റ്റ് ഇൻഡീസുമായുള്ള കളി കണ്ടവർക്കും ഒക്കെ മനസ്സിലാവും സഞ്ജു നല്ല രീതിയിൽ തന്നെ ദീർഘമായിട്ടുള്ള ഇന്നിങ്സ് കളിക്കുന്നുണ്ട്. ക്വാർട്ടർ ഫൈനലിൽ 19 ഓവർ വരെ അദ്ദേഹം ബാറ്റ് ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ സഞ്ജുവിന് വൺ ഡേയും ടെസ്റ്റും ഒക്കെ വഴങ്ങും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി വൺ ഡേ ടീമിലും അതുപോലെ തന്നെ ടെസ്റ്റ് ടീമിലും ഒക്കെ അവസരം കിട്ടുമോ എന്നറിയേണ്ടതുണ്ട്. എന്തായാലും കുറച്ച് നാളത്തേക്കെങ്കിലും 2020-ൽ അവസരം ലഭിക്കും എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. അതുപോലെ തന്നെ അഭിഷേകും വീണ്ടും തിരിച്ച് ട്രാക്കിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെയൊക്കെ എടുത്തു പറയേണ്ടത് ഇന്ത്യൻ ടീമിലെ പ്ലെയേഴ്സ് എല്ലാം നല്ല ടാലൻ്റുള്ള പ്ലെയേഴ്സാണ്. അവർ ആ ഫോമിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ പിടിച്ചു നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. 2020 ആയതുകൊണ്ട് തന്നെ അറ്റാക്ക് ചെയ്യുക, 6 അടിക്കുക എന്നുള്ളത് എല്ലാ ഓപ്പണിംഗ് ഇറങ്ങുന്ന ബാറ്റ്സ്മാൻമാരുടെയും ചിന്തയിൽ കൂടി കടന്നു പോകുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും. ആ സമയത്ത് ഔട്ടാവും, അതും സ്വാഭാവികം, അല്ലാതെ എന്ത് പറയാൻ. ഇവിടെയൊക്കെ സഞ്ജുവിനെ ഇങ്ങനെ നമുക്ക് മുന്നിൽ എത്തിച്ചത് സഞ്ജുവിൻ്റെ അച്ഛൻ ആണ് എന്നുള്ളത് കൂടി ഓർക്കേണ്ടതാണ്. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ സഞ്ജു എന്ന് പറയുന്ന ക്രിക്കറ്റ് കളിക്കാരനെ ഉണ്ടാവില്ലായിരുന്നു. സഞ്ജു എന്ന് പറയുന്ന വ്യക്തി അത്രമാത്രം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹം പല കാര്യങ്ങളും വെട്ടി തുറന്ന് പറയുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ വിഷമമായിരിക്കും അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് അറിയാം സഞ്ജുവിൻ്റെ ടാലൻറ്റ് എത്രമാത്രം ഉണ്ടെന്ന്. അതിപ്പോൾ മാത്രമായിരിക്കും നമ്മളെപ്പോലുള്ളവർക്കോ ഇല്ലെങ്കിൽ വേൾഡിലുള്ളവർക്കോ ഒക്കെ മനസ്സിലായിരിക്കുന്നത്. നാളെ പലരും ക്രിട്ടിസൈസ് ചെയ്യാൻ വരുമ്പോൾ ഈ ഒരു 2020-ലെ ഇന്നിങ്സുകൾ മാത്രം മതി നമുക്കെടുത്ത് കാണിച്ചു കൊടുക്കാൻ.
2026 വേൾഡ് കപ്പ് നിങ്ങൾ കണ്ടായിരുന്നോ? അവിടെ ഇന്ത്യ 8 നിലയിൽ പൊട്ടി നിൽക്കുന്ന സമയത്താണ് സഞ്ജു ടീമിലോട്ട് വന്നത്. അതിനുശേഷം നോക്കൗട്ട് റൗണ്ടിലും സെമി ഫൈനലിലും ഫൈനലും എല്ലാം സഞ്ജു കാഴ്ചവെച്ചത് നിങ്ങൾ കണ്ടില്ലായിരുന്നോ? അത്രമാത്രം പ്രഷറുള്ള ആ സിറ്റുവേഷനിൽ പോലും സഞ്ജു നന്നായിട്ട് ബാറ്റ് ചെയ്തു. മറ്റു ലോകോത്തര പല ബാറ്റ്സ്മാൻമാരും ഫ്ലോപ്പായപ്പോൾ സഞ്ജു എന്ന് പറയുന്ന വ്യക്തി ടീമിൽ പോലും ഇടം പിടിക്കാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞവരുടെ മുഖത്തേക്ക് 3 ഹാഫ് സെഞ്ചുറി അടിച്ചുകൊണ്ടാണ് തിരിച്ചു വന്നത്. ആ ഒരു കാര്യം തന്നെ നമുക്ക് പറഞ്ഞു തന്നെ അവിടെയൊക്കെ വിമർശകരുടെ വായടപ്പിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഇത് നേരത്തെ അറിയാവുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം സഞ്ജുവിൻ്റെ അച്ഛൻ പലപ്പോഴും പല കാര്യങ്ങളും തുറന്നു പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ വിഷമം മാത്രമായിരിക്കാം. അതിന് കുറേ പേര് അദ്ദേഹത്തെ കളിയാക്കുന്നുണ്ട്. അതൊക്കെ ആ അച്ഛൻ്റെ വിഷമം എന്നല്ലാതെ മറ്റൊരു തരത്തിലും അതിനെ ഞാൻ കാണുന്നില്ല. എന്നാലും സഞ്ജുവിൻ്റെ പിന്നിലെ താരം സഞ്ജുവിൻ്റെ അച്ഛൻ തന്നെയാണ്. സഞ്ജുവിനെ പോലെ കളിക്കുന്നവരാണ് ഇഷാൻ, ഋഷഭ്, KL രാഹുൽ. ഇവരെ 4 പേരും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരാണ്. ആരും മോശക്കാരല്ല. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമുള്ളവരാണ്. ചില അവസരങ്ങൾ ചിലപ്പോൾ ചില തെറ്റുകൾ ചില സെലക്ടേഴ്സിനോ ചെറിയ മിസ്റ്റേക്കുകൾ പറ്റാം. ആ തലത്തിൽ വിചാരിച്ചാൽ മതി. ഇനിയിപ്പം 10 വേൾഡ് കപ്പ് ജയിച്ചാലും ശരി, ഒരു കഥയല്ലേ ഉള്ളൂ. എൻ്റെ മകൻ ഇത് ജയിച്ചു, ബാക്കിയൊക്കെ മറന്നു. ഇതിനു മുമ്പ് എന്തൊക്കെ ഉണ്ടായോ, എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായോ, അതെല്ലാം മറന്നു. അവസാനത്തെ 3 മത്സരങ്ങളാണല്ലോ മത്സരങ്ങൾ. കാരണം ഒരു ന്യൂസിലൻഡ് പര്യടനം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. 2024 T20 ഒരു സൂപ്പർ കോംബോ ആയിരുന്നു അഭിഷേകും സഞ്ജു. ആ ഒരു സൂപ്പർ കോംബോയെ ഏഷ്യ കപ്പിലൂടെ കുറച്ച് മാറ്റങ്ങൾ വരുത്തി സഞ്ജുവിനെ അങ്ങോട്ടും ചിലത് കളിപ്പിച്ചില്ല, ചിലപ്പോൾ 5ാമത് മാറാം, അങ്ങനെയൊക്കെ ഇങ്ങനെ ആ ഒരു ബുദ്ധിമുട്ട് അവനുണ്ടായി. ഇപ്പോൾ അവൻ തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നേരത്തെ പറഞ്ഞു. ന്യൂസിലൻഡുമായിട്ട് ഉള്ള പര്യടനത്തിൽ 5 കളി ഓപ്പൺ ചെയ്ത് 5 കളി അവൻ പരാജയപ്പെട്ടു. 5 കളി പരാജയപ്പെടുന്ന സഞ്ജുവിന് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. അവൻ്റെ ലൈഫിൽ, ക്രിക്കറ്റ് ലൈഫിൽ അവനിങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈ 5 കളി ഇങ്ങനെ തുടർച്ചയായിട്ട് ആ ഒരു ഡിസ്റ്റർബൻസിൽ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചില്ലേ വേൾഡ് കപ്പിൽ അവനുണ്ടാവുമെന്ന്, വേൾഡ് സ്കോഡിൽ അവനുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു. കാരണം അങ്ങനെ നഷ്ടപ്പെട്ടാൽ പിന്നെ ടീമിൽ വയ്ക്കില്ലല്ലോ സാറേ. അപ്പോൾ ഈ ടൂർണമെൻറ്റിലും ഉണ്ടാകില്ല എന്ന് വിചാരിച്ചു. എന്തോ ഭാഗ്യം അവനുണ്ടായി. അവസാനം അവന് ഒരു അവസരം കിട്ടിയപ്പോൾ അവനത് പ്രൂവ് ചെയ്തു. ഒരു തവണ തിരിച്ചു വന്നപ്പോൾ, ഫസ്റ്റ് കളിയിൽ അവൻ തിരിച്ചു വന്നപ്പോൾ അവൻ്റെ നാച്ചുറൽ ഗെയിമിലോട്ട് അവൻ വന്നു. അപ്പോൾ അവൻ എന്ത് ചെയ്തു, കുറച്ച് സൂക്ഷിച്ച് കളിക്കാൻ തുടങ്ങി. ആ സൂക്ഷ്മതയാണ് എന്നെ ഞാൻ വിചാരിക്കുന്നത്. ആ ഒരു അവൻ്റെ മുന്നിൽ നിന്ന് 1 നഷ്ടപ്പെട്ടു, 2 നഷ്ടപ്പെട്ടു. പിന്നെ അവൻ കരുതി കളിച്ചു തുടങ്ങി. രാജ്യത്തിനെ കരുതി കളിച്ചു തുടങ്ങി. ആ കരുതൽ എന്തായാലും ഇന്ത്യ വേൾഡ് കപ്പ് നേടിയിരിക്കുകയാണ്. പ്ലെയർ ഓഫ് ദ മാച്ചായിട്ട് ബുംറയും അതുപോലെ തന്നെ പ്ലെയർ ഓഫ് ദ സീരീസ് ആയിട്ട് സഞ്ജു സാംസണും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനി ഇതിൽ പരം സഞ്ജുവിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാൻ കഴിയത്തില്ല. പ്ലെയർ ഓഫ് ദ സീരീസ് ആണ് ആയിരിക്കുന്നത്. 3 കളി അടുപ്പിച്ച് 50, അത് നോക്കൗട്ടിൽ നമ്മൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ തന്നെയാണ് ഇപ്പോൾ സഞ്ജു നമുക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ, ബൈ, സീ യു.